ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എന്നെ പോലീസ് പൊക്കി ഗൈസ്. അങ്ങനെ ഞാൻ റോട്ടിൽ നിൽക്കുകയാണ്. ഞാൻ കടയിലേക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുമായിരുന്നേ. വഴിയിൽ വെച്ച് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച ഹെൽമെറ്റ് ഉണ്ടല്ലേ എന്നെ പിടിക്കത്തില്ലെന്ന്. പക്ഷെ പണി പാളിപ്പോയി. പൊല്യൂഷൻ ഇല്ല. പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ വണ്ടി എടുത്ത ആ സമയത്തുള്ള 8 വർഷം പഴക്കമുള്ള നമ്പർ പ്ലേറ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ മാറാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ചെറിയൊരു പെറ്റിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകിട്ട് വണ്ടിയും കൊണ്ട് ഞാൻ പൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്കൂൾ ബസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ നമ്മളെ വണ്ടി പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനായിട്ടാണ് പറഞ്ഞത്. അവിടെ നിന്ന് കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്യുകയോ ട്യൂൺ ചെയ്യുകയോ ഏതാണ്ടൊക്കെയോ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വണ്ടി നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി. അല്ലേലും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ രസമാണല്ലോ. നോക്കി ചിരിക്കണ്ട കേട്ടോ. വണ്ടി ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, ഹെൽമെറ്റ് വെക്കണം. അങ്ങനെ വർക്ക്ഷോപ്പിൽ കാണിക്കാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 700-800 രൂപയ്ക്കകത്ത് ചിലവ് വരുമെന്ന് പറഞ്ഞു. പിന്നെ നമ്പർ പ്ലേറ്റ് മാറാൻ വേറെയും കേട്ടോ, 300 രൂപ. അങ്ങനെ മൊത്തം 1000 രൂപയാവും. ഇത് നൂറിനിലുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ഇതിൻ്റെ പൈസ അടയ്ക്കാനായിട്ട് RTO ഓഫീസിൽ വന്നതാണ്. ആദ്യമായിട്ടാണേ ഇവിടെ വരുന്നതിൻ്റെ ഒരു നെഞ്ചിടിപ്പും കൈയും കാലും വിറപ്പും എല്ലാം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോയല്ലേ പറ്റൂ. പൈസ അടയ്ക്കണ്ടായോ? 500 രൂപയ്ക്ക് പകരം അല്ലെങ്കിൽ 5000 രൂപ അടയ്ക്കേണ്ടി വരത്തില്ലേ? അങ്ങനെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, 500 രൂപയും കൊണ്ട് അടയ്ക്കാൻ വന്നതാണ് കേട്ടാ. ഞാനും ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ ചങ്കായ എൻ്റെ അനിയത്തി ഉണ്ട് കേട്ടാ. എന്താണെന്നറിയത്തില്ല, യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയ ശേഷം എവിടെ പോയാലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുപ്പും. എനിക്കറിഞ്ഞൂടെ വല്ലോടം വെച്ച് ആരെങ്കിലും പൊക്കുമെന്ന്. 500 രൂപ അടയ്ക്കാൻ പോയ ഞാൻ 2000 രൂപ പിഴയും കൊണ്ട് വന്നതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. സംഭവം എന്താണെന്നറിയണ്ടേ? 500 രൂപ ഞാൻ അടയ്ക്കാൻ പോയപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തിട്ട് 3 ഫൈനും കൂടെ വന്ന് കിടപ്പുണ്ട്. ഹെൽമെറ്റ് വയ്ക്കാതെ പോയതാണ്. പിന്നെ അവിടെ ഇരുന്ന് ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും അനിയത്തി ഓടി വന്ന് പുക ടെസ്റ്റ് ചെയ്യാൻ. എനിക്ക് കുറേ ഫൈനൊക്കെ കിട്ടിയപ്പോൾ ആൾക്കാകെ ടെൻഷനായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു മൊബൈൽ ഷോപ്പിൽ വന്നു. നമ്മൾ ഈ മഫ്തയൊക്കെ കുത്തുന്നതുകൊണ്ട് ഹെൽമെറ്റ് ഇടാനും ഊരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എപ്പോഴെപ്പോഴും ഊരുകയും. അതുകൊണ്ട് തലയിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് എവിടെ പോയാലും ഇത് ഊരില്ല. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. നമുക്ക് പെറ്റിയൊക്കെ കിട്ടിയല്ലേ, ചെറിയൊരു വിഷമം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണിയൊക്കെ കഴിച്ചാൽ സങ്കടം അങ്ങ് മാറ്റാമെന്ന്. ഇപ്പോഴും മാറ്റം വരാത്തതാണ്ടേ, കല്യാണങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന കണക്ക് പാത്രത്തിനകത്ത് കുറച്ച് ഇറച്ചിയും ചോറും ഇട്ടുകൊണ്ട് വന്ന് തട്ടിത്തരുന്ന ബിരിയാണി. അങ്ങനെ അവിടുന്ന് ഞാനൊരു ബീഡയും കൂടെ എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നസീറ കഴിച്ചില്ല, ഞാൻ മാത്രമേ കഴിച്ചോളൂ. പിന്നെ വരുന്ന വഴിക്ക് കോഴിക്ക് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ തന്നായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. ബൈ.